കേരളത്തിലെ ഏറ്റവും പണ്ഡിതനായ സാമ്പത്തിക വിദഗ്ധനെന്ന് CPM-കാർ വാഴ്ത്തിപ്പാടുന്ന തോമസ് ഐസക് തന്റെ ഫേസ്ബുക്കിലൂടെ ക്രൈസ്തവരെ നിക്ഷിപ്ത താൽപര്യക്കാരെന്നും കലാപകാരികളും എന്നുമൊക്കെ വിളിച്ച് അടച്ചാക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ കടുത്ത പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തങ്ങൾ നടത്തിവന്ന ഇസ്ലാമിക വോട്ടുബാങ്ക് പ്രീണനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കിട്ടിയ സുവർണാവസരമായി പൗരത്വ നിയമ ഭേദഗതിയെ കണ്ട CPM കേരളമാകെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നതിനിടയിൽ കോട്ടയം ജില്ലയിലെ ഇസ്ലാമിക ശക്തി കേന്ദ്രമായ ഈരാറ്റുപേട്ടയിലും ഒരു പ്രതിഷേധ യോഗം നടത്തിയിരുന്നു. എന്നാൽ ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെ മർമ്മത്തിൽ തന്നെ പിടിക്കാൻ തുനിഞ്ഞിറങ്ങിയ തോമസ് ഐസക്കിന്റെ എക്കണോമിക്സ് ബുദ്ധിയെ നിർവീര്യമാക്കുന്ന പ്രസ്താവനയാണ് ഈരാറ്റുപേട്ടയിൽ നടന്ന മഹല്ല് കമ്മിറ്റിയുടെ പ്രതിഷേധ യോഗത്തിൽ കേട്ടത്. CPM-ന്റെ യോഗം തീരുന്നതിനു മുമ്പ് തൊട്ടടുത്ത് തന്നെ മഹല്ല് കമ്മിറ്റിക്കാർ നടത്തിയ പ്രസ്തുത CAA പ്രതിഷേധ യോഗത്തിലും തോമസ് ഐസക് പങ്കെടുത്തു. അവിടെ ഉദ്ഘാടകനായിരുന്നത് ജംഇയ്യത്തുൽ ഉലമ ദക്ഷിണ കേരള സെക്രട്ടറി മുഹമ്മദ് നദീർ മൗലവിയായിരുന്നു. CAA-യിൽ നിന്ന് വിഷയം മാറ്റിയ മൗലവി പൂഞ്ഞാറിൽ വൈദികനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താനെന്ന പേരിൽ മുസ്ലിം കുട്ടികളുടെ പേരിലെടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്ന ഡിമാൻഡ് ടേക്കായി ഡയലോഗ് കേട്ടപ്പോൾ അത് കേട്ട് ഐസക് അദ്ദേഹം ആകെ പരവേശനായിപ്പോയി. ആകുന്നത്ര വേഗത്തിൽ ഈരാറ്റുപേട്ടക്കാരെ തണുപ്പിച്ച് കൂടെ നിർത്തിയില്ലെങ്കിൽ ലോക്സഭയെക്കുറിച്ച് മനസ്സിൽ കണ്ടതെല്ലാം കിനാക്കൾ മാത്രമാകുമെന്ന് കണ്ട് തോമസ് ഐസക് നടത്തിയ എക്കണോമിക് ഇന്റലിജന്റ് ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ ആകമാനം രോഷം കൊള്ളിച്ചിരിക്കുന്നത്. കോട്ടയം SP K കാർത്തിക് തന്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഈരാറ്റുപേട്ടയെക്കുറിച്ച് നടത്തിയ സത്യസന്ധമായ റിപ്പോർട്ടിനെ വിചിത്രമെന്ന് വിശേഷിപ്പിച്ച തോമസ് ഐസക് അത് നിമിത്തം ഈരാറ്റുപേട്ടക്കാർക്ക് LDF-നുണ്ടായ നീരസത്തെ തണുപ്പിക്കാനുള്ള അവസരമായി ഫേസ്ബുക്ക് പ്രസ്താവനയെ ഉപയോഗിച്ചു. പൂഞ്ഞാർ ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: സ്കൂൾ കുട്ടികൾ ക്ലാസുകൾ അവസാനിച്ചത് ആഘോഷിക്കാൻ കാറുകളിൽ ചുറ്റി കത്തോലിക്ക ഫൊറോന പള്ളിമുറ്റത്തെത്തിയെന്നും പള്ളിമുറ്റത്തു നിന്നും പോകാൻ ആവശ്യപ്പെട്ട വൈദികന്റെ മേൽ കാറ് തട്ടി. സാരമായ പരിക്കൊന്നും ഉണ്ടായില്ലെങ്കിലും ഉച്ചയ്ക്ക് നടന്ന സംഭവം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ചില നിക്ഷിപ്ത താൽപര്യക്കാർ പള്ളിമണിയടിച്ച് കലാപത്തിന് ഒരുക്കം കൂട്ടിയെന്നും അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കുട്ടികൾക്കെതിരെ 307 വകുപ്പ് പ്രകാരം കേസെടുത്തെന്നുള്ള അസംബന്ധ പ്രസ്താവനകളാണ് അയാൾ ഫേസ്ബുക്കിലൂടെ വിളമ്പിയിരിക്കുന്നത്. പൂഞ്ഞാറിലെ കഥയറിയാതെ പ്രീണനവുമായി ഇറങ്ങിയ തോമസ് ഐസക്കിനോട് ആദ്യമേ പറയാനുള്ളത്, കേരളത്തിലെ ഒരു കത്തോലിക്ക പള്ളിയുടെ മുറ്റവും ആർക്കും കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല എന്നാണ്. അതേസമയം അവിടെ വരുന്നവരോടൊന്നും സാധാരണ നിലയിൽ പുറത്തു പോകാനും പറയാറില്ല. എന്നാൽ പൂഞ്ഞാർ ഫൊറോന പള്ളിമുറ്റത്ത് നടന്നത് ബഹുമാന്യ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നല്ല ലക്ഷണമൊത്ത തെമ്മാടിത്തരം തന്നെയായിരുന്നു. ക്ലാസും കഴിഞ്ഞ് കാറുമോടിച്ച് വെറുതെ പള്ളിമുറ്റത്ത് വന്നവരോടല്ല പള്ളിമുറ്റത്ത് നിന്ന് പോകാൻ ആ യുവ വൈദികൻ പറഞ്ഞത്. മതപരമായ ബഹുമാനങ്ങൾ തെല്ലുമില്ലാതെ പള്ളിയിൽ നടന്നുകൊണ്ടിരുന്ന തിരുക്കർമ്മങ്ങൾക്ക് തടസ്സം വരത്തക്ക നിലയിൽ പള്ളിമുറ്റത്ത് കിടന്ന് വണ്ടി റേസ് ചെയ്ത് സാഹസം കാണിച്ച മര്യാദകെട്ടവരോടാണ് പുറത്തു പോകാൻ പറഞ്ഞത്. അത് പറഞ്ഞ് ചുമ്മാ നിന്ന വൈദികന്റെ മേൽ കാർ തട്ടിയതുമല്ല, കാർ ഇടിപ്പിച്ചത് തന്നെയാണ്. അതിന് ദൃക്സാക്ഷികളുമുണ്ട്. പരിക്കേറ്റ വൈദികൻ പാലായിലെ മാർസ്ലീവ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്തു. വൈദികന്റെ പരിക്ക് സാരമാണോ അല്ലയോ എന്ന് തോമസ് ഐസക്കിന് എങ്ങനെ മനസ്സിലായി? നിക്ഷിപ്ത താൽപര്യക്കാർ മണിയടിച്ച് കലാപത്തിന് കളമൊരുക്കിയെന്നുള്ള താങ്കളുടെ പ്രസ്താവന കടുത്ത അവഹേളനവും ധിക്കാരവും തന്നെയാണ്. അന്നവിടെ കൂടിയവരാരും നിക്ഷിപ്ത താൽപര്യമുള്ള കലാപകാരികളല്ല, പള്ളിയിലെ വിശ്വാസികളാണ്. ഏത് മാനദണ്ഡത്തിലാണ് തോമസ് ഐസക് അവരെ കലാപകാരികളെന്ന് വിളിക്കുന്നത്? കാറിടിച്ച് മാരകമായി പരിക്കേറ്റ വൈദികനെ ആശുപത്രിയിൽ കൊണ്ടുപോയതാണോ അതോ അന്യായത്തിനെതിരെ നിയമസഹായം തേടിയതാണോ തോമസ് ഐസക് പറഞ്ഞ നിക്ഷിപ്ത താൽപര്യവും കലാപവും? തോമസ് ഐസക് 4 വോട്ടിനു വേണ്ടി മഹല്ല് കമ്മിറ്റിക്കാരെയോ വേറെ ആരെങ്കിലുമൊക്കെയോ സുഖിപ്പിച്ചുകൊള്ളൂ. പക്ഷേ പള്ളിത്തിണ്ണയിൽ കയറി തെമ്മാടിത്തരം കാണിച്ചവരെ ന്യായീകരിക്കുകയും കുറ്റമെല്ലാം ക്രൈസ്തവരുടെ തലയിലേക്ക് വെച്ചുകെട്ടാനുമുള്ള ഹീനമായ പടുബുദ്ധി തോമസ് ഐസക്കിന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഫെമ നിയമലംഘനം നടത്തിയിട്ടും തുടർച്ചയായി ED-യുടെ നോട്ടീസ് കിട്ടിയിട്ടും ഹാജരാകാതെ നടക്കുന്ന തോമസ് ഐസക്കിന്റെ ധാർമ്മിക നിലപാടുകളെക്കുറിച്ച് ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല. ആ മെയ്വഴക്കം ക്രൈസ്തവരുടെ നേരെ എടുക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. പത്തനംതിട്ടയിൽ ക്രൈസ്തവർ ഭൂരിപക്ഷ വോട്ടർമാരായിട്ടുണ്ടെന്നും അക്കാര്യം മറന്നാണ് താങ്കൾ ക്രൈസ്തവ സമൂഹത്തെ മൊത്തമായി ആക്ഷേപിച്ചതെന്നും അധികം വൈകാതെ താങ്കൾ സ്വയം മനസ്സിലാക്കിക്കൊള്ളും.